മുതലപ്പുഴയിൽ അപകടങ്ങൾ പതിവാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാണ്. മണലടിഞ്ഞ് ആഴം കുറഞ്ഞത് തിരയുടെ ശക്തി കൂടാൻ കാരണമായി. പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ചർച്ചയാകുന്നു. എന്തൊക്കെയാണ് മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രദേശത്തെ അപകട മുനമ്പാവുകയാണ് മുതലപ്പുഴി. ഇതുവരെ അപകടത്തിൽപ്പെട്ടത് നിരവധി വള്ളങ്ങളാണ്. മരണപ്പെട്ടതാകട്ടെ 70ഓടടുത്ത് മത്സ്യത്തൊഴിലാളികളും. ശക്തമായ തിരയിൽപ്പെട്ട് ഇന്നലെ മാത്രം അറിഞ്ഞത് 2 വള്ളങ്ങളാണ്. എന്താണ് ഈ ശക്തമായ തിരമാലയ്ക്ക് കാരണം? അഴിമുഖത്ത് വലിയ തോതിൽ മണലടിയുന്നതാണ് മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് കാരണം. തെക്കുഭാഗത്ത് പുലിമുട്ടുകൾ അടുക്കി വെച്ചെടുത്ത മണൽ അടിഞ്ഞിട്ടുണ്ട്. ശക്തിയേറിയ തിര കടൽ ഭാഗത്തെ ഈ മണൽത്തിട്ടയിലിടിച്ച് ഗതി മാറും. ഈ ദിശ മാറുന്ന തിരയിൽപ്പെട്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഹാർബർ എഞ്ചിനീയേഴ്സ് വകുപ്പിന്റെ വിശദീകരണം. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പൊഴിമുഖത്തിന്റെ വിസ്തൃതി കുറഞ്ഞതും അപകടത്തിന് ആക്കം കൂട്ടിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇവിടെ മണ്ണുകൊണ്ട് കയറുമ്പോഴാണ് ഈ കടലടിക്കുന്നത്. 1.5 ആളുടെ അത്ര താഴ്ചയുള്ളൂ ഇപ്പോൾ ഇവിടെ. ഈ കപ്പൽ കയറി പോയി വന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള കടലടിക്കും ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ആഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കടലിൽ ശോഭം കാണൂല. ഇവിടെ മഴ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ മണ്ണുകൊണ്ട് മൂടുമ്പോഴത്തേക്കും ഇവിടെ അപകടം തന്നെയാണ്. ഒഴുക്കിന്റെ ശക്തി കുറയുന്നതും മണലടിയുന്നതിന് കാരണമാണ്. പൊഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയും പുലിമുട്ടിൽ നിന്നിളകിയ പാറയും കുമിഞ്ഞുകൂടി ആഴം കുറഞ്ഞു. 6 മീറ്ററാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഉള്ളത് 1.5 മീറ്റർ ആഴമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ആഴം കുറഞ്ഞത് തിരയുടെ ശക്തി കൂട്ടി. അത് അപകടത്തിന്റെ വ്യാപ്തിയും. കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തി മണലടിയുന്നത് ഒഴിവാക്കിയാൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം സർക്കാർ നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും നൽകണം. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനും മുഹമ്മദ് അലിക്കുമൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.